ജഹാനാബാദിലെ ഒരു ഹോസ്റ്റലിൽ 5 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു. അതും ദേഹമാസകലം മാരക മുറിവുകളുമായി. ഇൻഡോറിലാകട്ടെ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ഒരു യുവാവ് സ്വയം ജീവനൊടുക്കിയിരിക്കുന്നു. അതും ദിവസങ്ങളോളം തനിക്ക് കാവൽ നിന്ന പിതാവിന്റെ കണ്ണുവെട്ടിച്ച്. ഇൻഡോറിൽ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഉത്തം നഗറിൽ സഹോദരങ്ങളുടെ മരണത്തിന് കാരണം അതിലൊരാളുടെ മകൻ തന്നെയാണോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഈ വാർത്തകളിലേക്കെല്ലാം വിശദമായി തന്നെ നമുക്ക് പോകാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ജഹാനാബാദിലെ ഒരു ഹോസ്റ്റലിൽ വെച്ച് 5 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു. അതും ദുരൂഹ സാഹചര്യത്തിൽ. സംഭവത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതൊരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ആ ഹോസ്റ്റലിൽ വെച്ച് എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക? ബീഹാറിലെ ജഹാനാബാദിൽ നിന്നാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവരുന്നത്. 10 ദിവസം മുൻപായിരുന്നു ലോദിപൂരിലെ ഒരു ഹോസ്റ്റലിൽ 5 വയസ്സുകാരനായ ആഷു കുമാറിനെ മാതാപിതാക്കൾ കൊണ്ടുചെന്നാക്കുന്നത്. 100-ലധികം വിദ്യാർത്ഥികൾ താമസിക്കുന്ന 3 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു അത്. ബുലഗീബിക ഗ്രാമത്തിൽ നിന്നുള്ള UKG വിദ്യാർത്ഥിയായിരുന്നു ആഷു. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ആഷുവിന്റെ മാതാപിതാക്കൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. ആഷുവിന്റെ ആരോഗ്യനില മോശമാണെന്നും ഹോസ്റ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുമായിരുന്നു ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. ഹോസ്റ്റൽ മാനേജ്മെന്റിന്റെ കോൾ ലഭിച്ചതിന് പിന്നാലെ തന്നെ വിവരം ലഭിച്ച കുടുംബം സ്ഥലത്തെത്തി. എന്നാൽ അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. ആഷുവിന്റെ ശരീരത്തിൽ മുഴുവൻ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. കുട്ടിയുടെ കഴുത്തിനും കണ്ണിനും സമീപമുള്ള ആഴത്തിലുള്ള മുറിവുകൾ അടക്കം സംശയം ഉളവാക്കുന്നവയുമായിരുന്നു. അവർ കുട്ടിയെ ഉടൻ തന്നെ സദർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആഷു ഗുരുതരാവസ്ഥയിലായതിനാൽ ഡോക്ടർമാർ പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവനെ റഫർ ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു. അവിടെ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മകൻ സുരക്ഷിതനെന്ന് കരുതി മാതാപിതാക്കൾ ഏൽപ്പിച്ചു പോയ ഹോസ്റ്റലിൽ ആ 10 ദിവസത്തിനിടയിൽ ആഷുവിന് എന്താണ് സംഭവിച്ചത്? അവന്റെ ദേഹമാസകലം ആഴത്തിലുള്ള മുറിവുകൾ വന്നതെങ്ങനെയാണ്? ഇതെന്തുകൊണ്ട് അധികൃതർ ശ്രദ്ധിച്ചില്ല? ആഷു അത്രയും ഗുരുതരാവസ്ഥയിലെത്തുന്ന സാഹചര്യം വരെ ഹോസ്റ്റൽ മാനേജ്മെന്റ് കാത്തുനിന്നതെന്തിന്? ആഷുവിന്റെ കുടുംബം ഇതൊരു കൊലപാതകമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണങ്ങളും ഇതൊക്കെയാണ്. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. और संदिग्ध परिस्थितियों में उसकी मौत हुई है। उनका स्कूल वालों का कहना है कि वो गिर गया है और उसको हॉस्पिटल भेजा गया है, और परिजनों का कहना है कि इसको मार दिया गया है। इनके द्वारा विधिवत जो है वो आवेदन दिया जा रहा है। आवेदन के बाद जो है हम लोगों ने अभी फिलहाल जो स्कूल के संचालक हैं वो हम लोगों के कस्टडी में हैं। वो जैसे इन्होंने एप्लीकेशन इन लोगों का दिया जाएगा उसके अनुसार हम लोग विदेश मत कार्रवाई करेंगे. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കുടുംബം ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുമ്പോൾ കുട്ടി വീണതിനെ തുടർന്ന് പരിക്കേറ്റു എന്നാണ് ഹോസ്റ്റൽ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. ഹോസ്റ്റൽ ഇൻചാർജിനെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ആഷുവിന്റെ മരണത്തിന് പിന്നാലെ രോഷാകുലരായ ആളുകൾ NH-22 ഉപരോധിക്കുകയും ചെയ്തു. ഹോസ്റ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് കുടുംബവും പ്രതിഷേധക്കാരും ഉന്നയിക്കുന്നത്. കർശന നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. സംഭവത്തിന് പിന്നാലെ തന്നെ ഹോസ്റ്റലിലെ മറ്റു കുട്ടികളെയും അവരുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യവുമുണ്ടായി. നിലവിൽ ആഷുവിന്റെ മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി വെളിപ്പെടുകയുള്ളൂ. മറ്റന്വേഷണങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്.
നൈരാശ്യത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പിതാവിന്റെ തോക്കുപയോഗിച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മകൻ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാക്കിയ പിതാവ് 15 ദിവസത്തോളം കാവൽ നിന്നിട്ടും അവരുടെ ഒക്കെ കണ്ണു വെട്ടിച്ചായിരുന്നു ആ ആത്മഹത്യ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അവിടുത്തെ MIG പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു 22 വയസ്സുകാരനായ ബി.ഫാർമ വിദ്യാർത്ഥിയായ സൗരഭും സുഹൃത്തുക്കളും താമസിച്ചിരുന്നത്. 3ാം വർഷ ബി.ഫാർമ വിദ്യാർത്ഥിയാണ് സൗരഭ് പട്ടേൽ. കുറച്ചു കാലങ്ങളായി സൗരഭ് സ്വന്തം നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ ബന്ധം തകരുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെ സൗരഭ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇത് കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സൗരഭിന്റെ പിതാവും പിന്നീട് സൗരഭിനൊപ്പം തന്നെ ഹോസ്റ്റലിൽ താമസമാക്കുകയും ചെയ്തു. മകൻ കടുത്ത നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞ ആ പിതാവ് കഴിഞ്ഞ 15 ദിവസമായി അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ ഹോസ്റ്റലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി പുറത്തുപോയതായിരുന്നു സൗരഭിന്റെ പിതാവ്. തന്റെ പിതാവിന്റെ കയ്യിൽ ലൈസൻസ് ഉള്ള തോക്കുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയ സൗരഭ് തക്കം നോക്കി പിതാവിന്റെ തോക്ക് കൈക്കലാക്കി. വൈകുന്നേരത്തോടെ സൗരഭിന്റെ സുഹൃത്തുക്കളൊക്കെ IPL മത്സരം കണ്ടുകൊണ്ടിരിക്കെ കുടുംബവുമായി സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോയതായിരുന്നു സൗരഭ്. അവിടെ വെച്ച് അയാൾ പിതാവിന്റെ തോക്ക് ഉപയോഗിച്ച് സ്വയം തന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഉച്ചത്തിലുള്ള സ്ഫോടനം കേട്ട് ഓടിയെത്തിയ സുഹൃത്തുക്കൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സൗരഭിനെയാണ്. സംഭവം നടന്നതിന് പിന്നാലെ തന്നെ സുഹൃത്തുക്കൾ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ये जो है मृतक सौरभ पिता धर्मदास पटेल, उम्र 21 साल, गांव खरमखेड़ा, जिला मेहर का रहने वाला है और करीबन 1 साल से जो है यहाँ पे नेहरू नगर 7 नंबर गली में रह रहा था. इसके साथ में उसके गांव के 3 दोस्त भी रहते हैं और ये जो है बी.फार्मा की पढ़ाई कर रहा था, 6 सेमेस्टर में था. और उसके पिताजी जो है गनमैन थे और पिताजी की जो गन राइफ़ल थी 315 बोर की, उस राइफ़ल से उसने कल शाम करीबन 6:30 के बाद जो है अपने आप को जो है राइफ़ल से गोली मार ली थी, जिससे उनकी वहीं पे स्पॉट पे मृत्यु हो गई है. हाँ, अभी कुछ परिवार वालों से बातचीत हुई है और जैसे फिर तथ्य आएंगे. अभी फ़िलहाल ऐसे कोई तथ्य नहीं आए. घर वालों से उसकी बात हुई है आखिरी समय. नहीं, अभी तो किसी प्रकार का सुसाइड नोट वहाँ पे मौके पे नहीं मिला था. സൗരഭിന്റെ മരണത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യം തന്നെയാണെന്നാണ് പോലീസും സംശയിക്കുന്നത്. സൗരഭ് ദിവസം മുഴുവൻ സാധാരണ നിലയിലായിരുന്നുവെന്നും സംഭവത്തിന് മുമ്പ് സംശയിക്കത്തക്ക തരത്തിൽ യാതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുമാണ് സുഹൃത്തുക്കൾ പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സ്ത്രീയാണെന്ന് ചിന്തിക്കാൻ മാത്രം അന്ധവിശ്വാസിയാണ് പ്രതിയായ ധീർപാൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ധീർപാലിനും അതിനയാൾക്കൊപ്പം കൂട്ടുനിന്ന മറ്റു 2 പ്രതികൾക്കും തക്കതായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.